Hello friends, today we are going to discuss the topic contract of pledge. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒരു ടോപ്പിക്കാണ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ്. ഈ രണ്ട് ടോപ്പിക്കും മോഡ്യൂൾ ഡിയിലെ JBയുടെ LRB പേപ്പർ 3യുടെ മോഡ്യൂൾ ഡിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഈ പ്ലെഡ്ജിനും ബെയിൽമെൻറ്റിനും ദർ ആർ സം സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓൾസോ ദെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്താണെന്നും ആൻഡ് മോർ ഓവർ ഈ ബെയിൽമെൻറ്റും പ്ലെഡ്ജിൻ്റെയും ഡിഫറൻസ് എന്താണെന്നും കറക്റ്റായിട്ട് ഇതിൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്താണെന്ന് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം, ദെൻ ഗോ ടു ദ ഡിഫറൻസ്. സോ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ്, ഇതിൽ സാധാരണ പോലെ തന്നെ കോൺട്രാക്റ്റിലെ പോലെ തന്നെ രണ്ടാൾക്കാരാണ് ഉള്ളത്. നേരത്തെ ബെയിലറും ബെയിലിയുമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇവിടെ എന്താണ്, പോണറും പോണിയുമാണ്. ആൻഡ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഈ വേർഡിങ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ഓഫ് പ്ലെഡ്ജ് ആണെങ്കിൽ വി വിൽ കോൾ ദ കസ്റ്റമർ ആസ് എ പോണർ ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ എ പെർട്ടിക്കുലർ പേഴ്സൺ, ആർക്കാണോ നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്ന ആളെ പോണിയെന്നുമാണ് നെയിം ചെയ്യുക. ഇൻ കേസ് ഓഫ് ബെയിൽമെൻ്റ് ആണെങ്കിൽ ബെയിലറും ബെയിലിയുമായിരുന്നു. സോ അപ്പോൾ ഇവിടെ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജിൽ അത് പോണറുമായി പോണിയുമായി. സോ ഇവിടെ പോണർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മൂവബിൾ ആയ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് പോണിയുടെ അടുത്ത് പ്ലെഡ്ജ് ചെയ്യും. പ്ലെഡ്ജ് ചെയ്ത ശേഷം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അതിന് കൺസിഡറേഷനായിട്ടുള്ള പർട്ടിക്കുലർ എമൗണ്ട് ഇവിടെ പോണർക്ക് ലഭിക്കുകയാണ്. അതായത് കസ്റ്റമർക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഇവിടെ ഗോൾഡ് മാറുന്നത്. നമ്മൾ സാധാരണ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് ലോൺ എടുക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഗോൾഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള വാല്യൂഡ് ആയിട്ടുള്ള അസറ്റ്സ് പ്ലെഡ്ജ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ബോണ്ടോ ഡിബെഞ്ചറോ അങ്ങനെയുള്ള എന്തെങ്കിലും വാല്യൂഡ് പ്രോപ്പർട്ടീസ് പ്ലെഡ്ജ് ചെയ്ത ശേഷം നമ്മൾ അതിന് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇൻസ്റ്റെഡ് ആയിട്ട് ഒരു ക്യാഷ് നമ്മൾ റിസീവ് ചെയ്യുന്നു. ഇതിനാണ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജിൽ ബെയിൽമെൻറ്റിൽ പോലെ തന്നെ ദർ ആർ സം ആ കോൺട്രാക്ട് ഫോം ചെയ്യുന്നതിന് പല എന്താ പറയുക സ്റ്റിപ്പുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് ഞാൻ പറഞ്ഞു, ബെയിൽമെൻറ്റിലെ പോലെ തന്നെ പോണർ ആൻഡ് പോണി, ദർ ആർ ടു പേഴ്സൺസ് ആർ ദെയർ, പോണർ ആൻഡ് പോണി, അത് നമ്മൾ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, ഇവിടെയും ബെയിൽമെൻറ്റ് തന്നെയാണ് നടക്കുന്നത്. മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ അവിടെ പ്ലെഡ്ജ് ചെയ്യുകയാണെങ്കിൽ ബെയിൽ ചെയ്യാണ്. അപ്പോൾ അതിവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു, ആസ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, നമ്മൾ അടയ്ക്കാൻ പോകുന്ന പൈസയ്ക്ക് ആ ഒരു കടത്തിന് അല്ലെങ്കിൽ ലോണിന് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ആ ഗോൾഡ് അവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്, നമ്മൾ കൊടുത്ത പ്രോമിസിന് ഒരു സെക്യൂരിറ്റി ആയിട്ട്, നമ്മൾ എന്താണോ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഇവിടെ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജിൽ നമ്മൾ കൊടുക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത്. സോ അതാണ് ബേസിക്കലി കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് നടക്കുന്നത്. മൂവബിൾ പ്രോപ്പർട്ടി ആക്ട് ആസ് എ സെക്യൂരിറ്റി, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ ഗോയിങ് ടു പെർഫോം സം ടാസ്ക്, അല്ലെങ്കിൽ നമുക്കതിന് കൺസിഡറേഷനുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട്, നോട്ട് കൺസിഡറേഷൻ, അതിന് തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷായിട്ട് കിട്ടും, അപ്പോൾ ലോണായിട്ട് കിട്ടും. അതാണ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ദെൻ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ്. അപ്പോൾ എന്തെല്ലാമായിരിക്കും ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ, അതിലെന്തായാലും ഒരു ഗോൾഡ് അല്ലെ, ഒരു മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വാല്യൂഡ് അസറ്റ് ഉണ്ടായിരിക്കണം. ദാറ്റ് വാല്യൂഡ് അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ദ കോൺട്രാക്ട് ഇൻ റിലേഷൻ ടു ഐഡൻറ്റിഫൈഡ് ചാറ്റിൽ, ദാറ്റ് മീൻസ് ഒരു പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈഡ് ചാറ്റിൽ എന്നാണ് പറയുന്നത്, ടു ബി ഡെലിവേർഡ് ടു ദ പ്ലെഡ്ജ് ആസ് എ സെക്യൂരിറ്റി. അതിലെന്തായാലും ആ ഒരു വാല്യൂഡ് അസറ്റിൻ്റെ ഒരു പാർട്ട് ഉണ്ടായിരിക്കണം. ദെൻ ആക്ച്വൽ ഡെലിവറി ഓഫ് പൊസഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് ചാറ്റിൽ ഈസ് പെർസൺസ് ഓഫ് ദ കോൺട്രാക്ട്. ആക്ച്വൽ ഡെലിവറി ഓഫ് പൊസഷൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുമ്പോൾ ആ ഗോൾഡ് ആർക്ക് കിട്ടുകയാണ്, പോണിക്ക് അത് വന്നു ചേരുകയാണ്. ബട്ട് ആക്ച്വൽ ഡെലിവറി ഓഫ് പൊസഷൻ മാത്രമേ ആർക്ക് പോകുന്നുള്ളൂ, പോണിക്ക് പോകുന്നുള്ളൂ. അതെടുത്ത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ആർക്ക് കിട്ടുന്നില്ല, പോണിക്ക് കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ബെയിൽമെൻ്റ് ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ഡെലിവറി ഓഫ് പൊസഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഗോൾഡ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അത് എക്സാമ്പിളായിട്ട് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന കേസ് സ്റ്റഡീസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആക്ച്വൽ ഡെലിവറി ഓഫ് പൊസഷൻ നടക്കുന്നുണ്ട്, പൊസഷൻ മൂവ് ചെയ്യുന്നുണ്ട് പോണിക്ക്, ബട്ട് അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും പോണിക്ക് ലഭിക്കുന്നില്ല. അതാണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഒരു ഗോൾഡ്, ഒരു വാല്യൂഡ് അസറ്റ് ഉണ്ടാവും, പിന്നെ ഡെലിവറിയും നമ്മളത് പൊസഷൻ നമ്മൾ മൂവ് ചെയ്യുകയാണ്. ദെൻ
Next is property pledge should be actually or constructively delivered to the pony. പറഞ്ഞു pony has only a special property in the pledge while the general property remains with the pond. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എടുത്ത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും പോണിക്ക് ലഭിക്കുന്നില്ല. ജനറൽ പ്രോപ്പർട്ടി റിമെയിൻസ്, ആ ശരിക്കും പറഞ്ഞാൽ ഓണർഷിപ്പും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനറൽ പ്രോപ്പർട്ടി അത് യൂസ് ചെയ്യാനുള്ള റൈറ്റാണ് ഈ പറഞ്ഞ ജനറൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി എപ്പോഴും ആർക്കായിരിക്കും? പോണർക്ക് തന്നെയായിരിക്കും. അത് പോണിക്ക് ലഭിക്കുന്നില്ല. അത് സെക്യൂരിറ്റി ആയിട്ട് മാത്രമേ അവിടെ ആക്ട് ചെയ്യുള്ളൂ. നേച്ചർ ഓഫ് പ്ലെഡ്ജ്. ഇനി പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഈസ് പ്ലെഡ്ജ്ഡ് അതിൽ എന്തെല്ലാമാണ് പോണർക്കും പോണിക്കും റൈറ്റ് ഉള്ളത്, അതാണ് ഇനി വരുന്ന സ്ലൈഡ്സിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ പോണർ മേക്ക് ഡിഫോൾട്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഓഫ് ദ ഗുഡ്സ് വെർ പ്ലെഡ്ജ്ഡ്. പോണർ എന്തെങ്കിലും പേയ്മെൻറ്റിൽ ലോൺ എടുത്തതിലോ അതിലെ പെർഫോമൻസ് ടാസ്കിലോ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ പോണിക്കുള്ള റൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഹി മേ സെൽ ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ് ആഫ്റ്റർ ഗിവിംഗ് നോട്ടീസ് ടു സെയിൽ ടു ദ പോണർ. പോണർക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം, അത് നിങ്ങൾ നോട്ട് ചെയ്യണം, നോട്ടീസ് ടു ദ സെയിൽ ടു ദ പോണർ. പോണർക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം പോണീനെ സംബന്ധിച്ച്, അതായത് ബാങ്കിനെ സംബന്ധിച്ച് ആ ഗുഡ്സ് വിറ്റ ശേഷം അതിൻ്റെ ക്യാഷ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പോണിക്കുണ്ട്. അപ്പോൾ അതാണ് പ്ലെഡ്ജിൻ്റെ ഒരു റൈറ്റ് വരുന്നത് വെച്ചാൽ അതൊക്കെ വിൽക്കാനുള്ള റൈറ്റും എല്ലാം ആർക്ക് പോവുകയാണ്? അത് പോണിക്ക് പോവുകയാണ്. In proceeds of such sale, there are less than the amount due in respect of the debt, pawners still liable. അതായത് ബാങ്ക് ഒരു 1,00,000 രൂപയ്ക്കാണ് സപ്പോസ് ഒരു 1,00,000 റുപ്പീസിനാണ് ഇപ്പോൾ പോണി ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോണർക്ക് കിട്ടിയിരിക്കുന്നത് 1,00,000 റുപ്പീസാണ്. 1,00,000 റുപ്പീസാണ് വെച്ചിരിക്കുന്ന ഗോൾഡ് ആണെങ്കിലും 1,00,000 തുല്യമാണ്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞു ഗോൾഡിൻ്റെ വാല്യൂ ഒക്കെ ചിലപ്പോൾ കുറച്ച് ഡിമിനിഷിങ് ആയി എന്ന് വെച്ചോ. അപ്പോൾ പിന്നെയും 1,00,000ൻ്റെ ഇൻട്രസ്റ്റും ബാക്കിയെല്ലാം കൂടി ഇപ്പോൾ സപ്പോസ് 2.5 lakhs ആയെന്ന് വെച്ചോ. ആഫ്റ്റർ ഗിവിങ് നോട്ടീസ് ടു ദ പോണർക്ക് നോട്ടീസ് കൊടുത്ത ശേഷം പോണറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാങ്ക് അത് ആ പർട്ടിക്കുലർ ഗോൾഡ് സെല്ല് ചെയ്ത ശേഷം അതിൻ്റെ ഫണ്ട് റിക്കവർ ചെയ്തു. ബട്ട് സ്റ്റിൽ 2.5 lakhs ആണ് ഇപ്പോൾ ഉള്ള പെൻഡിങ് നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. 2.5 lakhs ആണെങ്കിൽ ഇപ്പോൾ വിറ്റപ്പോൾ കിട്ടിയത് 1.75 ആയെന്ന് വെച്ചോ. സപ്പോസ് 1.75 ആണെങ്കിൽ എഗെയിൻ 75,000 റുപ്പീസ് അവിടെ എന്താണ്? ഷോർട്ടേജ് ആണ്. അപ്പോഴും ഈ 75,000 റുപ്പീസ് ആർക്ക് ലയബിളാണ്? പോണർക്ക് ലയബിളാണ്. കാരണം അന്ന് വെച്ച ശേഷമുള്ള ഇൻട്രസ്റ്റും ബാക്കിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് സെല്ല് ചെയ്ത ശേഷവും എന്ത് കിട്ടുന്നില്ല? ആ ആക്ച്വൽ എമൗണ്ട് പോണർക്ക് കിട്ടുന്ന പോണിക്ക് കിട്ടേണ്ട എമൗണ്ട്, ബാങ്കിന് കിട്ടുന്ന എമൗണ്ട് അതിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാലൻസ് ഉള്ള എമൗണ്ട് പോലും ആരാണ്? പോണർ സ്റ്റിൽ ലയബിൾ. ബാക്കിയുള്ള എമൗണ്ട് കൊടുത്തു തീർക്കേണ്ട റൈറ്റും കൂടി ആർക്ക് വരുന്നുണ്ട്? പോണർക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്ലെഡ്ജിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള വശങ്ങൾ. ദെൻ ഇത് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ബട്ട് കമ്പയർ ടു ദ പ്ലെഡ്ജ് ഇൻ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ദ ബെയിലി വൈൽ ഹീസ് ഇൻ എ പൊസഷൻ ഓഫ് ഗുഡ്സ് സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ ഓണർ ഓഫ് ദ പർപ്പസ് ഓഫ് ദ ലീഗൽ റെമഡി. അതായത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണ്, അതായത് മൂവ്മെൻറ്റ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ പ്രോപ്പർട്ടി. ഇപ്പോൾ കാർ ആയിക്കോട്ടെ എന്തെങ്കിലും അതാണ് നടക്കുന്നത്. ഇൻ കേസ് ശരിക്കും പറഞ്ഞാൽ അത് ഓണറെ പോലെ ആക്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ. അപ്പോൾ any person were deprived the bailey of the goods by the way of theft etc. എന്തെങ്കിലും ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി പറ്റിക്കഴിഞ്ഞാൽ ആക്ച്വൽ ബെയിലിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഹിംസെൽഫ് വുഡ് ഹാവ് ദ റൈറ്റ് ടു ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് സച്ച് ആസ് അതർ പേഴ്സൺ. അതായത് ബെയിലിനെ സംബന്ധിച്ചിട്ട് അത് ആക്ച്വൽ സ്വന്തം വസ്തുവാണെന്ന് കരുതിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് വരെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിലുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊന്ന് ഇതിൻ്റെ കമ്പാരിസൺ പറഞ്ഞതാണ്. കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ ആക്ച്വൽ ഷൂസ് ഓഫ് ദ ഓണറാണ് ശരിക്കും ഷൂസ് ഓഫ് ദ ഓണർ ഓഫ് ദ പേർപ്പസ് ആണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ വരുന്നത്. തെഫ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും പറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഫയൽ സ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഈ ഡിഫറൻസ് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ബെയിൽമെൻറ്റും പ്ലെഡ്ജിൻ്റെയും ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ബെയിൽമെൻറ്റും വാട്ട് ഈസ് പ്ലെഡ്ജും കറക്റ്റ് മനസ്സിലാവും. സോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്. ബെയിൽമെൻറ്റിൽ ഞാൻ പറഞ്ഞു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പർപ്പസ് എന്തായിരുന്നു? സം സ്പെഷ്യൽ പർപ്പസസ്, റിപ്പയർ ആയിക്കോട്ടെ, ലീസ് ആയിക്കോട്ടെ, സേഫ് കസ്റ്റഡി എന്തെങ്കിലും ആയിക്കോട്ടെ, സം സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ബെയിൽമെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. പക്ഷേ പ്ലെഡ്ജിൽ അങ്ങനെ ഒരു പർപ്പസ് ഇല്ല. ഈ പറഞ്ഞ മൂവബിൾ ഗുഡ്സ് മൂവ് ചെയ്യുന്നത്, ഗോൾഡ് മൂവ് ചെയ്യുന്നത് ആസ് എ സെക്യൂരിറ്റി, പ്രൊവൈഡ് ആസ് എ സെക്യൂരിറ്റി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺ, അതിനു വേണ്ടി മാത്രമാണ്.
റൈറ്റ് ഓഫ് യൂസിങ് ദ ഗുഡ്സ്. ബെയിൽമെൻറ്റിന് എന്താണ്? ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. സപ്പോസ് ഒരു കാർ കിട്ടിയെന്ന് വെച്ചോ, കാർ ഒരു 2 monthsനേക്ക് വേണ്ടി റെൻറ്റിന് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുമെന്ന് വെച്ചോളൂ. ആ കാറ് സ്വന്തം കാറായിട്ട് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ബെയിൽമെൻറ്റിലുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലെഡ്ജിൽ, ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ റൈറ്റ് ടു യൂസ് ആസ് എ സെയിം അവരുടെ ഓൺ പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാനുള്ള യാതൊരുവിധ റൈറ്റും ഇല്ല. ജനറൽ റൈറ്റ്സ് ആർക്കും ആരുടെയാണ്? കസ്റ്റമർ തന്നെയാണ് ജനറൽ റൈറ്റ് വരുന്നത്. റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. ഇതിൽ ബെയിലി മേ ഐദർ റിട്ടേൺ ദ ഗുഡ്സ് ഓർ സ്യൂ ദ ബെയിലർ ഫോർ ദ പെർഫോമൻസിന് വേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും ഇവിടെ ചില സമയങ്ങളിൽ മാത്രം. ബട്ട് പ്ലെഡ്ജിലായിക്കോട്ടെ അതിന് ഹാസ് ദ റൈറ്റ് ടു സെൽ ദ പ്രോപ്പർട്ടി. ആ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി സെല് ചെയ്തിട്ട് ക്യാഷ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് പ്ലെഡ്ജിലുണ്ട്. ദെൻ കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ മേ ഓർ മെ നോട്ട് ബി. ആ കാർ യൂസ് ചെയ്യുന്നത് 2 monthsനേക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കൺസിഡറേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ബട്ട് ഇൻ ദിസ് കേസ് എന്തായാലും പ്ലെഡ്ജ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് തുല്യമായതോ അല്ലെങ്കിൽ അതിൽ കുറവായതോ എമൗണ്ട് ലോണായിട്ടോ ബാക്കി എന്തെങ്കിലും പെർഫോമൻസ് ടാസ്ക് ആയിട്ടോ കൺസിഡറേഷൻ എന്തായാലും ഈ ഒരു പ്ലെഡ്ജിൻ്റെ കാര്യത്തിൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഗ്യാരണ്ടി. ദർ ഈസ് നോ നീഡ് ടു ഗ്യാരണ്ടി ഓഫ് ഗുഡ്സ് ഇൻ ദ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്. ബെയിൽമെൻറ്റിൽ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്യാരണ്ടി ഒന്നും ആവശ്യം വരുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലെഡ്ജിൽ ആ പെർട്ടിക്കുലർ ഗുഡ്സ് സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതുകൊണ്ട് ആ ഗുഡ്സിന് ഒരു ഗ്യാരണ്ടിയുടെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗ്യാരണ്ടി ഓഫ് ഗുഡ് ഈസ് വെരി നെസസറി ഇൻ കേസ് ഓഫ് പ്ലെഡ്ജ്. ദെൻ നേച്ചർ ഓഫ് ഗുഡ്സ്. നേച്ചർ ഓഫ് ഗുഡ്സ് ബെയിൽമെൻറ്റിൽ മൂവബിൾ പ്രോപ്പർട്ടിക്ക് മാത്രമാണ് ഗുഡ്സ് മസ്റ്റ് ബി മൂവബിൾ എന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലെഡ്ജിൽ മൂവബിൾ ആവാം, ഇറ്റ് മേ ബി ഇമ്മൂവബിൾ. വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയാലും ഇറ്റ് ആക്ട് എസ് എ കൊളാട്ടറൽ ഫോർ ദ പർട്ടിക്കുലർ ലോൺ. അപ്പോൾ ഇത്രയാണ് ബെയിൽമെൻറ്റും പ്ലെഡ്ജിൻ്റെയും ഡിഫറൻസ് വരുന്നത്. ഐ തിങ്ക് ഇപ്പോൾ ടോപ്പിക്ക് പ്ലെഡ്ജും ബെയിൽമെൻറ്റും കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കേസ് സ്റ്റഡീസ് വരാൻ വളരെ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. സോ ബി കെയർഫുൾ. ഓരോ ഡിഫറൻസും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.